DCB മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ബാങ്ക് അക്കൗണ്ടുകളിൽ പണം നിക്ഷേപിക്കുന്നതിനും പിൻവലിക്കുന്നതിനും നിയമപരമായ എന്തെങ്കിലും പരിധികളുണ്ടോ, എത്ര തുക കഴിഞ്ഞാലാണ് ഇൻകം ടാക്സ് നോട്ടീസ് വരിക തുടങ്ങിയ സംശയങ്ങളാൽ കുറച്ച് നിക്ഷേപിക്കുന്ന നിരവധി പേരുണ്ട്. സാധാരണക്കാരായ പലർക്കും ബാങ്ക് ഇടപാടുകളെക്കുറിച്ച് ഇത്തരം ആശങ്കകൾ ഉള്ളതുകൊണ്ട് തന്നെ കൃത്യമായ നിയമങ്ങൾ മനസ്സിലാക്കുന്നത് ഇടപാടുകൾ സുരക്ഷിതമാക്കാൻ സഹായിക്കും. പലരുടെയും ധാരണ ബാങ്ക് അക്കൗണ്ടുകളിൽ 10 ലക്ഷം രൂപയിൽ കൂടുതൽ നിക്ഷേപിക്കാൻ പാടില്ല എന്നാണ്. എന്നാൽ യഥാർത്ഥത്തിൽ നിങ്ങളുടെ സ്വന്തം അക്കൗണ്ടിൽ പണം നിക്ഷേപിക്കുന്നതിനോ സ്വീകരിക്കുന്നതിനോ യാതൊരുവിധ പരിധികളുമില്ല. ഒരു നിശ്ചിത തുക മാത്രമേ നിക്ഷേപിക്കാവൂ എന്ന് റിസർവ് ബാങ്കോ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റോ ഒരിടത്തും നിബന്ധനകൾ വെച്ചിട്ടില്ല. എത്ര തുക വേണമെങ്കിലും അക്കൗണ്ടിൽ സൂക്ഷിക്കാവുന്നതാണ്. എന്നാൽ ബാങ്കിൽ നിക്ഷേപിക്കുന്ന പണത്തിന് വ്യക്തമായ രേഖകളും കൃത്യമായ ഉറവിടവും ഉണ്ടായിരിക്കണമെന്നത് നിർബന്ധമാണ്. നിങ്ങൾ നിക്ഷേപിക്കുന്ന തുക പൂർണ്ണമായും നിയമപരമായി സമ്പാദിച്ചതായിരിക്കണം. കൃത്യമായ വരുമാന സ്രോതസ് കാണിക്കാൻ സാധിക്കുകയാണെങ്കിൽ എത്ര വലിയ തുക വേണമെങ്കിലും നിയമപ്രശ്നങ്ങളില്ലാതെ തന്നെ ബാങ്ക് അക്കൗണ്ടിൽ നിക്ഷേപിക്കാൻ സാധിക്കും. ഒരു സാമ്പത്തിക വർഷത്തിൽ, അതായത് ഏപ്രിൽ 1 മുതൽ മാർച്ച് 31 വരെയുള്ള ഒരു സാമ്പത്തിക വർഷത്തിൽ ഒരു വ്യക്തി തൻ്റെ സേവിങ്സ് അക്കൗണ്ടിലോ ഫിക്സഡ് ഡെപ്പോസിറ്റിലോ 10 ലക്ഷം രൂപയിൽ കൂടുതൽ തുക നിക്ഷേപിച്ചാൽ ബാങ്കുകൾ ആ വിവരം ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റിനെ അറിയിക്കാൻ ബാധ്യസ്ഥരാണ്. ബിസിനസ് ആവശ്യങ്ങൾക്കായി ഉപയോഗിക്കുന്ന കറണ്ട് അക്കൗണ്ടുകളുടെ കാര്യത്തിൽ ഈ പരിധി 50 ലക്ഷം രൂപയോ അതിൽ കൂടുതലോ ആണ്. ഈ പരിധി കടക്കുമ്പോൾ ബാങ്ക് വിവരങ്ങൾ ആദായനികുതി വകുപ്പിന് കൈമാറും. ഇത്തരത്തിൽ വലിയ തുകകളുടെ നിക്ഷേപം നടത്തുമ്പോൾ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റിൽ നിന്നും അക്കൗണ്ട് ഉടമയ്ക്ക് നോട്ടീസ് വരാൻ സാധ്യതയുണ്ട്. പണത്തിന്റെ ഉറവിടം വ്യക്തമാക്കാൻ ആവശ്യപ്പെട്ടാണ് ഈ നോട്ടീസ് വരുന്നത്. ഇത്തരം നോട്ടീസുകൾ ഒരു കാലത്തും അവഗണിക്കരുത്. ഇൻകം ടാക്സ് വകുപ്പിന് നമ്മൾ നൽകുന്ന വിശദീകരണത്തിലും രേഖകളിലും അവർ തൃപ്തരാണെങ്കിൽ മറ്റ് നിയമ നടപടികളൊന്നും തന്നെ നേരിടേണ്ടി വരില്ല. അതേസമയം നോട്ടീസിന് കൃത്യമായ മറുപടി നൽകാൻ സാധിക്കാതെ വരികയോ പണത്തിന് വ്യക്തമായ രേഖകൾ ഇല്ലാതിരിക്കുകയോ ചെയ്താൽ അത് കള്ളപ്പണമായി കണക്കാക്കപ്പെടാം. അത്തരം സാഹചര്യങ്ങളിൽ കടുത്ത നിയമ നടപടികളും വലിയ തുക പിഴയായും ഒടുക്കേണ്ടി വരും. കറണ്ട് അക്കൗണ്ടുകളിൽ ഒറ്റത്തവണയായോ വിവിധ സമയങ്ങളിലായോ 50 ലക്ഷം രൂപയ്ക്ക് മുകളിൽ വന്നാലും ഇതേ രീതിയിൽ ഉറവിടം വ്യക്തമാക്കേണ്ടി വരും. അതോടൊപ്പം ആദായനികുതി നിയമത്തിലെ സെക്ഷൻ 269 ST പ്രകാരം ഒരു വ്യക്തിക്ക് ഒരു ദിവസം 2 ലക്ഷം രൂപയ്ക്ക് മുകളിലുള്ള തുക നേരിട്ട് കറൻസിയായി ഇടപാട് നടത്താൻ സാധിക്കില്ല. 2 ലക്ഷത്തിൽ കൂടുതൽ വരുന്ന തുകകൾ ഒരു ദിവസം പണമായി ഡെപ്പോസിറ്റ് ചെയ്യാനോ മറ്റൊരാളിൽ നിന്ന് സ്വീകരിക്കാനോ പാടുള്ളതല്ല. ബന്ധുക്കൾ തമ്മിലുള്ള ഇടപാടുകൾക്കും ഈ നിയമം ബാധകമാണ്. ഇത് ലംഘിച്ചാൽ ഇടപാട് നടത്തുന്ന മുഴുവൻ തുകയും പിഴയായി ഈടാക്കും. അതിനാൽ വലിയ തുകകൾ ചെക്ക്, ബാങ്ക് ട്രാൻസ്ഫർ, UPI വഴി മാത്രം കൈമാറുക. ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് പണം പിൻവലിക്കുന്ന കാര്യത്തിലും നിക്ഷേപിക്കുന്നത് പോലെ തന്നെ വലിയ നിയന്ത്രണങ്ങളില്ലെങ്കിലും ചില നികുതി നിയമങ്ങളുണ്ട്. ഒരു സാമ്പത്തിക വർഷത്തിൽ സേവിങ്സ് അക്കൗണ്ടിൽ നിന്ന് 20 ലക്ഷം രൂപയിൽ കൂടുതൽ പണമായി പിൻവലിക്കുകയാണെങ്കിൽ 2% TDS ഈടാക്കുന്നതാണ്. എന്നാൽ കൃത്യമായി ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യുന്ന ആളാണെങ്കിൽ കഴിഞ്ഞ 3 വർഷത്തെ ITR അക്നോളജ്മെന്റ് ബാങ്കിൽ സമർപ്പിച്ച് ഈ TDS ഒഴിവാക്കാവുന്നതാണ്. ഒരു സാമ്പത്തിക വർഷം സേവിങ്സ് അക്കൗണ്ടിൽ നിന്നുള്ള പിൻവലിക്കൽ 1 കോടി രൂപയ്ക്ക് മുകളിലാവുകയാണെങ്കിൽ TDS നിർബന്ധമായും നൽകേണ്ടി വരും. കൃത്യമായി ഇൻകം ടാക്സ് ഫയൽ ചെയ്യുന്ന വ്യക്തികൾക്ക് 2%വും ITR ഫയൽ ചെയ്യാത്ത വ്യക്തികളാണെങ്കിൽ 5%വും ആയിരിക്കും ഇത്തരത്തിൽ ബാങ്കുകൾ TDS ആയി പിടിക്കുന്നത്. ഇതോടൊപ്പം ഏറ്റവും പുതിയ ആദായനികുതി ചട്ടങ്ങൾ പ്രകാരം ഇത്തരം ഉയർന്ന തുകകളുടെ ഇടപാടുകളിൽ കൂടുതൽ സുതാര്യത ഉറപ്പാക്കുവാനായി പാൻ കാർഡ് സമർപ്പിക്കുന്നതിനുള്ള നിബന്ധനകൾ കൂടുതൽ കർശനമാക്കിയിട്ടുണ്ട്. മുൻപൊരു ദിവസം 50,000 രൂപയ്ക്ക് മുകളിൽ നിക്ഷേപിക്കുമ്പോൾ പാൻ കാർഡ് നൽകണമായിരുന്നു എന്ന നിയമത്തിന് പകരം ഇപ്പോൾ ഒരു സാമ്പത്തിക വർഷത്തിൽ ആകെ നടത്തുന്ന ക്യാഷ് ഡെപ്പോസിറ്റുകളോ പിൻവലിക്കലുകളോ 10 ലക്ഷം രൂപയോ അതിൽ കൂടുതലോ ആവുകയാണെങ്കിൽ പാൻ കാർഡ് വിവരങ്ങൾ നിർബന്ധമായും നൽകുകയും ബാങ്കുകൾ അത് പരിശോധിച്ചുറപ്പാക്കുകയും വേണം. കൂടാതെ പുതിയ ചട്ടങ്ങൾ പ്രകാരം ഒരു സാമ്പത്തിക വർഷത്തിൽ ഒന്നോ അതിലധികമോ ബാങ്ക് അക്കൗണ്ടുകളിലായി ആകെ 20 ലക്ഷം രൂപയോ അതിൽ കൂടുതലോ പണമായി നിക്ഷേപിക്കുകയോ പിൻവലിക്കുകയോ ചെയ്യുമ്പോൾ പാൻ അല്ലെങ്കിൽ ആധാർ കാർഡ് വിവരങ്ങൾ നിർബന്ധമായും രേഖപ്പെടുത്തേണ്ടതുണ്ട്. നികുതി വെട്ടിപ്പുകൾ തടയുന്നതിനും ഡിജിറ്റൽ ഇടപാടുകൾ പ്രോത്സാഹിപ്പിക്കുന്നതിനുമായി സർക്കാർ കൊണ്ടുവരുന്ന ഇത്തരം പരിഷ്കാരങ്ങൾ കൃത്യമായി മനസ്സിലാക്കി ബാങ്ക് ഇടപാടുകൾ പൂർണ്ണമായും ബാങ്കിംഗ് ചാനലുകളിലൂടെയോ, അതായത് ചെക്ക്, UPI, നെറ്റ് ബാങ്കിംഗ് എന്നിവയിലൂടെയോ നടത്തിയാൽ ആദായനികുതി വകുപ്പിന്റെ നോട്ടീസുകളെക്കുറിച്ചുള്ള ആശങ്കകൾ പൂർണ്ണമായും ഒഴിവാക്കാം. അതിനാൽ ഇൻകം ടാക്സ് നിയമങ്ങളെയും മറ്റുമൊക്കെ പേടിച്ച് നിക്ഷേപം കുറച്ച് നടത്തുന്നവർ ഇക്കാര്യങ്ങളെല്ലാം അറിഞ്ഞിരിക്കേണ്ടത് വളരെ അനിവാര്യമാണ്. പ്രധാനപ്പെട്ട ഒരു ഇൻഫർമേഷൻ മറ്റുള്ളവർക്ക് കൂടി ഷെയർ ചെയ്യുക.